ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുക്കറിൽ എങ്ങനെ ഈസി ആയിട്ട് ബീഫ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പലർക്കും ബീഫ് ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ ഒരു വേർഷൻ കാണിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കുക്കറിൽ കറി ഉണ്ടാക്കണമെങ്കിൽ നല്ല വിസിൽ വരുന്ന ഒരു കുക്കർ തന്നെ വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പച്ചമുളക്, സവോള ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇത്രയും കാര്യങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, എന്നാലും വെളുത്തുള്ളി ഇഞ്ചി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. എന്നിട്ട് അടി പിടിച്ചിട്ട് ഇങ്ങനെ മുരിഞ്ഞിട്ട് ഒരു ആകനെ ഒരു വല്ലാത്തൊരു അവസ്ഥയാവും. അതുകൊണ്ട് ഇപ്പം ഇടുന്നില്ല. കുറച്ചൊന്നൊരു സോഫ്റ്റ് ആയതിനു ശേഷമാണ് ഞാൻ ഈ വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കുക വെച്ചാൽ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം. നമ്മൾ എന്താണ് മറ്റേ നോൺ സ്റ്റിക്ക് അല്ലല്ലോ, അതുകൊണ്ട് എണ്ണ ഇത്തിരി കൂടുതലും ഒഴിക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും കാര്യങ്ങളാണ് ഇടാട്ടോ. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട്, എരിവിനനുസരിച്ചിട്ട് വേണം. എരിവ് കൂടുതലുള്ളവർക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും കറി ഉണ്ടാക്കുമ്പോഴെന്നല്ല, ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഇടാൻ ശ്രമിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാലയും വേണം, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പെരുംജീരകം ഇട്ടില്ല, ഗരം മസാല മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോഴാണ് തക്കാളി ഇട്ട് കൊടുത്തത്. ഇനി ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഈ വഴറ്റണതും അത് മിക്സ് ആവണതും നന്നായിട്ട് വഴന്ന് വരുന്നതൊക്കെ അതുവരെയൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ, വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ആ ഒരു ടൈം ആകുമ്പോൾ അതിലേക്ക് എന്താ പറയുക, ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം, ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പം ചിലവർ ചെയ്യും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ബീഫ് ചേർത്ത് കൊടുക്കണം കണ്ടിട്ടുണ്ട് ഞാൻ. തിളയ്ക്കുമ്പം ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ ചെയ്താലും അവസാനം നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് ബീഫ് കറി കിട്ടും. ഞാൻ അങ്ങനെയും ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ കുക്കറിൽ വെക്കുമ്പം എനിക്ക് ചിക്കൻ കറി ആയാലും കുക്കറിൽ വെക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഗ്രേവി നല്ല കുറുകി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പം ഞാനുണ്ടല്ലോ ഈ കുക്കറിൽ വെച്ചപ്പം എനിക്ക് വിസിൽ വന്നില്ല. അപ്പം ഞാൻ വിസിൽ വരാൻ വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്തു, പിന്നെ വിസിൽ വന്നില്ല. അങ്ങനെ എന്താ പറയുക, പിന്നെ എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുക്കറൊക്കെ മേടിച്ചു വന്നിട്ടാണ് വെച്ചത്. അപ്പോൾ അവിടുത്തെ ആൻറ്റി പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ. അപ്പോൾ വിസിൽ വരാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ ആ ഒരു വാഷർ ഉണ്ടല്ലോ, ആ വാഷർ ഒന്ന് എടുത്തിട്ട് നമ്മളത് എടുത്തിട്ട് വീണ്ടും തിരിച്ചൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം വിസിൽ വരും, ചിലപ്പോൾ അതിൻ്റെ പ്രോബ്ലം ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കും. പിന്നെ ഞാൻ ചെയ്തപ്പം എനിക്ക് വിസിൽ വന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് നോക്കി, പക്ഷെ അപ്പോഴൊന്നും വന്നില്ല. പിന്നെ ഈ ആൻറ്റി പറഞ്ഞ പോലെ ചെയ്ത് നോക്കിയപ്പം ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മേടിച്ചിട്ട് കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ വിനെഗറും ഒഴിച്ചിട്ട് ഒന്നും കൂടെ കഴുകി ഫ്രിഡ്ജിൻ്റെ അകത്ത് 2 പാത്രത്തിലായിട്ട് വെക്കും. അപ്പോൾ പിന്നെ അതിന് ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുത്തിട്ട് ആ നേരത്ത് കുക്ക് ചെയ്യാണ് പതിവ്. ഈ കുറച്ച് നേരം നമ്മൾ ഉപ്പിലും വിനെഗറിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് എനിക്കും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാനും അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഓരോ വീഡിയോന്നും അവിടെ നിന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അപ്പം ഞാനും അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കും അതൊക്കെ എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ, തലവേദനയൊക്കെ വന്നിട്ട് മുഖത്ത് ഫുള്ള് നീരടിച്ചു, കണ്ണൊക്കെ ചൈനക്കാരെ പോലെയായി. അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണം ഞാനിത് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. ഫോണൊന്നും നോക്കാൻ എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെയാണ് ഞാനിപ്പോൾ ഇത് വീണ്ടും ഈ ഒരു എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇടാൻ പോകുന്നത്. ഇല്ലെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ രക്ഷപ്പെടും എന്നുള്ളൊരു ഹോപ്പിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുക്കറിൽ എന്നിട്ടാണ് വീണ്ടും ഞാൻ വെക്കുന്നുണ്ട്. വെന്തിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ വീണ്ടും വിസിലടിക്കുന്നുണ്ട് കേട്ടോ. ഒരു 8-9 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. ചിലതിന് 5 മതിയാവും. അപ്പം നമ്മുടെ ബീഫിനനുസരിച്ചായിരിക്കും, പിന്നെ നമ്മുടെ കുക്കറിനും അനുസരിച്ചായിരിക്കും നമ്മുടെ ബീഫിന് എത്ര വിസിൽ വരണം പറയാം. അപ്പം നല്ലോണം വേവണമെന്നുണ്ടെങ്കിൽ ഒരു 12 വിസിലൊക്കെ പോവാം. അപ്പം ഞാൻ ഈ ഒരു പരിപാടി നിർത്തി. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ബബിലു കുറച്ച് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമോ എന്ന് വെച്ചിട്ട് വന്നു. അപ്പം ഞാൻ ബബിലുവിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. അപ്പം അവൻ നോക്കിയിട്ട് ഓക്കെ മതി അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. എരിവിന് വേണ്ടിയിട്ട് എരിവ് ഇത്തിരി കുറവായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ടൈമിൽ എരിവും കുരുമുളക് പൊടിയാണെങ്കിൽ അത്, ഉപ്പാണെങ്കിൽ അത് ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ താളിച്ചൊഴിക്കാം. ഞാനിപ്പോൾ താളിച്ചൊഴിക്കുന്നില്ല. അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെന്നുള്ളവർക്ക് അതിൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാലും നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അപ്പം ഈ ഒരു കുക്കർ ബിരിയാണി വളരെ ഈസിയാണ്. കുക്കറിൽ വിസിൽ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കർ ബിരിയാണി അല്ല, കുക്കർ ബീഫ് വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്ന് ബീഫ് ഉണ്ടാക്കാം എന്നൊന്ന് കരുതുന്നവർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.